പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് പ്രൗഢമായ തുടക്കം. മുന്നോടിയായി ഞായറാഴ്ച രാവിലെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിലും ആദ്യ ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആചാര്യ വരവേൽപ്പിലും നിരവധി പേർ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മാർച്ച് 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം. ഇതിന്റെ മുന്നോടിയായി ഞായറാഴ്ച രാവിലെ ഘോഷയാത്രയുടെ പൊലിമയോടെ നടത്തിയ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ഭക്തരെ അന്നം മൂട്ടാനുള്ള ധാന്യങ്ങളും ഫലമൂലാദികളും പച്ചക്കറികളുമായി ഒരു നാടാകെ അണിചേർന്നു. ഊരാള കുടുംബങ്ങൾ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രം, കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം, തെരൂർ സോമേശ്വരി ക്ഷേത്രം, മാപ്പിട്ടച്ചേരി ഭഗവതി ക്ഷേത്രം, കൂറുമ്പ ഭഗവതി ക്ഷേത്രം, പണിയക്കാട്ട് ഭഗവതി ക്ഷേത്രം, മല്ലക്കര വിഷ്ണുമൂർത്തി ക്ഷേത്രം, കാഞ്ഞിരിക്കീൽ തറവാട്, തൃക്കരിപ്പൂർ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് കീഴിലെ അറയിൽ വീട് തറവാട്, മാരാർ സമാജം, പത്താനത്ത് തറവാട്, കാനക്കര തറവാട്, മാപ്പിട്ടിച്ചേരി തറവാട്, കൊന്നക്കുടിയൻ തറവാട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നൂറുകണക്കിന് ഭക്തജനങ്ങൾ മഹോത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറിയ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ഭാഗഭാക്കായി. ഇവർക്കെല്ലാം ആഘോഷ കമ്മിറ്റി വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു. കലശോത്സവത്തിന്റെ ആദ്യ സുദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു ക്ഷേത്രം തന്ത്രിയും പുനഃപ്രതിഷ്ഠാ കർമ്മിയുമായ ബ്രഹ്മശ്രീ കാളക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിനുള്ള വരവേൽപ്പ്. ഉപചാരപൂർവ്വം നടത്തിയ ആചാര്യ വരവേൽപ്പിലും പ്രായലിംഗ ഭേദമന്യേയുള്ള വിശ്വാസികൾ പങ്കെടുത്തു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും പൂർണ്ണകുംഭം നൽകി താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആനയിച്ചാണ് തന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് എതിരേറ്റത്. കടലോളം കാവ്യഭംഗിയാർന്ന താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് തലശുദ്ധി, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശപൂജ, വാസ്തുകലശാഭിഷേകം, വാസ്തുബലി, വാസ്തുപുണ്യാഹം, കുണ്ഠശുദ്ധി, അത്താഴപൂജ എന്നിവയും നടന്നു. ഉത്തര കേരളത്തിലെ പൗരാണിക പ്രമുഖവും പ്രഥമഗണനീയവുമായ ദൈവസങ്കേതങ്ങളിലൊന്നാണ് പിലിക്കോട് ശ്രീ രായരമംഗലം ഭഗവതി ക്ഷേത്രം. രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ 854 വർഷത്തിന് ശേഷം നടക്കുന്ന സമ്പൂർണ്ണ പുനഃപ്രതിഷ്ഠയുടെ ആരംഭമാണ് ഇന്നലെ കലവറ നിറക്കലോടുകൂടി ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് തന്ത്രീശ്വരൻ വന്നതോടുകൂടി കലശാട്ടിൻ്റെ കർമ്മ വിഷയങ്ങൾ പൂർണ്ണമായി തുടങ്ങിക്കഴിഞ്ഞു. മാർച്ച് 10 രാവിലെ 10:45 മുതൽ 12:45 വരെയുള്ള സമയത്തിനുള്ളിലാണ് പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. ഓരോരോ ദിവസവും കലാസാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും മറ്റു ചില അനുഷ്ഠാന കഥകളി പോലുള്ള അനുഷ്ഠാന കലകളൊക്കെ അവതരിപ്പിക്കുന്ന വലിയ ഒരു സംരംഭമായിട്ട്, വലിയ ഒരു ആഘോഷമായി പിലിക്കോടിലെ ജനങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഇന്നലെ നമുക്കുണ്ടായ ജനക്കൂട്ടത്തിൻ്റെ തുടക്കം തന്നെ. കഴിഞ്ഞ 9 മാസത്തിനുള്ളിലാണ് ഇതിൻ്റെ നവീകരണം ഇത്രയും വലിയൊരു പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ച് 23, 24 തീയതിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് 26 മുതൽ ഒരു മാസം നീണ്ടുനിന്ന് ഇതിൻ്റെ നിലനിലുണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ പൊളിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് അതിനും അതിനുശേഷവും ഏകദേശം 300-ൽ പരം വരുന്ന വനിതകളും അതുപോലെ തന്നെ 100-ൽ പരം പുരുഷന്മാരുടെയും സേവനം ലഭിച്ചു എന്ന് തന്നെ വലിയൊരു കൂട്ടായ്മയുടെ തെളിവാണ്. ദേശാടനത്തിനിറങ്ങിയ കാളകാട്ട് തന്ത്രീശ്വരനിൽ സംപ്രീതനായ ആദിപരാശക്തി ഭദ്രകാളി സാന്നിധ്യാത്മകമായ കണ്ണാടി, കിരീടം, ശൂലം എന്നിവ നൽകി അനുഗ്രഹിച്ചുവെന്നും യാത്രാമധ്യേ പശുവും പുലിയും സ്നേഹഭാവത്തിൽ മുട്ടിയുരമ്മി കിടന്നയിടത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ക്ഷേത്രസങ്കല്പം. ക്ഷേത്രോൽപത്തിയുടെ കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേക രേഖകളൊന്നുമില്ലെങ്കിലും 854 വർഷം മുമ്പ് ശ്രീകോവിൽ നവീകരിച്ച് കലശോത്സവം നടത്തിയതായി കരിങ്കൽപ്പടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തെ പാട്ടും പൂരവും മാറാട്ടും വിശേഷാൽ പൂജാതി കർമ്മങ്ങളുമെല്ലാം നടത്തിവരുന്ന ദേശാധിപത്യം വഹിക്കുന്ന ഈ ചൊവ്വാക്ഷേത്രത്തിലെ ശ്രീകോവിലിനടക്കം വന്ന ജീർണതകൾ എത്രയും വേഗത്തിൽ നവീകരിക്കണമെന്നതായിരുന്നു ദൈവനിശ്ചയം.
അങ്ങനെ 2024 പൂരോത്സവം കഴിഞ്ഞയുടനെ ആരംഭിച്ച പുനരുദ്ധാരണ പ്രവൃത്തികളാണ് 2025 പൂരോത്സവത്തിന് മുമ്പായി തന്നെ പൂർത്തീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായുള്ള അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവമാണ് ഇപ്പോൾ സമാരംഭിച്ചിരിക്കുന്നത്. സമാപന സുദിനമായ മാർച്ച് 10 രാവിലെ 10:45 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.